ഹായ് ഹലോ, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. മുഖം ബ്രൈറ്റ് ആവാൻ വേണ്ടി വീട്ടിലുള്ള നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ച് ഒരു ഫേസ് പാക്ക് നമുക്ക് തയ്യാറാക്കാം. മുഖം ഫേഷ്യൽ ചെയ്യാൻ പാർലറിലൊന്നും പോകേണ്ട കേട്ടോ, വീട്ടിൽ തന്നെയുള്ള ചേരുവകൾ കൊണ്ട് നമുക്ക് ചെയ്യാം. അതായത് ആഴ്ചയിൽ 3 ദിവസം ചെയ്യണം, മാസത്തിൽ 3 വട്ടവും ചെയ്യണം. സ്കിന്നിന് നല്ല മാറ്റം ഉണ്ടാവാനും ഗ്ലോ ആവാനും തിളക്കമുള്ള ചർമ്മമാവാനും ഇത് പറ്റും. അതുപോലെ തന്നെ കെമിക്കലോ മറ്റോ ഒന്നും ചേർക്കുന്നില്ല. ഞാൻ ഗ്യാരണ്ടി പറയുന്നേ, സൂപ്പറായിരിക്കും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും. അതുപോലെ ആദ്യം തന്നെ എൻ്റെ ചാനൽ കണ്ട എല്ലാവർക്കും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്ത എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നേ. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട്. നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം വേണ്ടത് കോൺഫ്ലോർ ആണേ. ചർമ്മ സംരക്ഷണത്തിൽ ചർമ്മത്തിന് നിറം ഉയർത്താൻ കഴിവുണ്ട് ഇതിന്. കോൺഫ്ലോറിൽ വിറ്റാമിൻ ബിയും ഇയും അടങ്ങിയിട്ടുണ്ട്. അടുത്തത് വേണ്ടത് മഞ്ഞളാണേ. മഞ്ഞൾ ചർമ്മത്തിന്റെ നിറം വർദ്ധിപ്പിക്കാനും മൂക്കുരു മാറ്റാനും സാധിക്കുന്നു. അടുത്ത വേണ്ടത് നാരങ്ങ നീര്. ഒരു നാരങ്ങയുടെ നീരാണേ വേണ്ടത്. പിന്നെ വേണ്ടത് സോഡാപ്പൊടി. സോഡാപ്പൊടി കുറച്ച് മതിയേ. സോഡാപ്പൊടി മൃദുകോശങ്ങൾ നീക്കം ചെയ്യാനും കഴുത്തിലെയും കശത്തെയും കറുപ്പ് മാറ്റാനും സഹായിക്കുന്നു. പിന്നെ വേണ്ടത് റോസ് വാട്ടർ. 2 ടീസ്പൂൺ കോൺഫ്ലവർ ആണ് വേണ്ടത്. നമുക്ക് ചെവിയിലും കഴുത്തിലും കയ്യിലും ഒക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് 2 ടീസ്പൂൺ കോൺഫ്ലവർ എടുത്തൊരു പാത്രത്തിലോട്ട് ഇടണം. അതിനുശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. കസ്തൂരി മഞ്ഞളാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. അപ്പം കസ്തൂരി മഞ്ഞൾ ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് വേണ്ടത് ലെമൺ ഒഴിക്കണം. പിന്നീട് നമുക്ക് ഇതിനാവശ്യമുള്ള ലെമൺ, അതായത് ഞാൻ ഒരു ലെമൺ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടേ, അത് ഒഴിക്കണം. ഇനിയാണ് നമ്മുടെ മാജിക് ഇൻഗ്രീഡിയൻസ് ഇതിനകത്ത് ചേർക്കേണ്ടത്. സോഡാപ്പൊടി 1/4 ടീസ്പൂൺ മാത്രമേ സോഡാപ്പൊടി യൂസ് ചെയ്യാവൂ, തോനെ യൂസ് ചെയ്യരുത്. ഇത് നന്നായിട്ട് നമ്മൾ റോസ് വാട്ടറുമായിട്ടൊന്ന് നല്ല കണക്കൊന്ന് മിക്സ് ചെയ്യണം. ഇത് നല്ല കണക്ക് മിക്സ് ചെയ്യുമ്പം നല്ല കട്ടിയായിട്ടുള്ള മിക്സ് ഒന്നും ചെയ്യരുത്. കട്ടിയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പതുക്കെ ഇച്ചിരി ലൂസായിട്ട്, അതാണ്ട് ഇതേപോലെ ലൂസായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ ഒരു പതഞ്ഞ രീതിയിലാണ് നമുക്കിത് കിട്ടുന്നത്. എന്നിട്ട് നമുക്കിത് മുഖത്തോട്ട് അപ്ലൈ ചെയ്യാവേ. അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് മുഖത്തോട്ട് തേച്ച് കൊടുക്കാൻ പോവാണേ. ഇതിപ്പോൾ നല്ല ലൂസ് പരുവത്തിലാണ് ചെയ്തത്. കട്ടിയായി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് ടൈറ്റ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ആ മുഖത്ത് നന്നായിട്ട് തേച്ച് കൊടുക്കുന്നു. മുഖത്ത് മാത്രമല്ല കഴുത്തിലും ചെവിയിലും ഇത് ഇട്ട് കൊടുക്കുന്നുണ്ടേ. എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരൊന്ന് ലൈക്ക് അടിക്കാൻ മറക്കരുതേ. അത് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇതിപ്പോൾ നല്ല ലൂസായിട്ടാണ് കിട്ടുന്നത്. കാരണം ലൂസായാലേ പറ്റൂ. അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമ്മളെ മുഖത്ത് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യും. കോൺഫ്ലോർ ആകുമ്പോഴത്തേക്ക് അറിയാമല്ലോ, പെട്ടെന്ന് അത് ഡ്രൈ ആവും. എന്നിട്ട് നമുക്കൊരു 15 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഉണങ്ങി തുടങ്ങും. നമുക്കൊരു 20 മിനിറ്റ് ഇരിക്കാവേ. ദാണ്ടേ ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയപ്പോഴത്തേക്കും മുഖം നന്നായിട്ട് ഉണങ്ങി ഒരു കണ്ണാടി കണക്കിരിക്കുക നമ്മളെ മുഖം. കുറച്ച് കഴിയുമ്പം ഇതിൻ്റെ കളർ മാറാൻ തുടങ്ങും. ഒരു റെഡിഷ് കളർ വരും. അപ്പോഴത്തേക്ക് ഞാൻ വാഷ് ചെയ്തിട്ട് വരാവേ. ഇപ്പം മുഖത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒരു റെഡിഷ് കളറായി. ഈ റെഡിഷ് ആയത് നാരങ്ങയും സോഡാപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തുകൊണ്ടാണ് ഈ കളർ വന്നത്. അതുകൊണ്ട് ആരും പേടിക്കണ്ട. എൻ്റെ മുഖം ഇപ്പോൾ നോക്കേ, ഇപ്പം നന്നായിട്ടിതായി. ഇനി ഞാൻ എന്തായാലും ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് വന്ന് ഞാൻ കാണിച്ചു തരാവേ. അതുകൊണ്ട് ഇത് തുടയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എൻ്റെ റിസൾട്ട് കാണാൻ പറ്റും. ആ മുഖത്തിൻ്റെ ആ ഗ്ലോയും ആ വൈറ്റനിങ്ങും ഒക്കെ പെട്ടെന്ന് അറിയാൻ പറ്റുമേ. നന്നായിട്ട് മുഖം തുടച്ച് ഒരു കോട്ടൺ വെച്ച് തന്നെ ആദ്യം തുടയ്ക്കണം. പെട്ടെന്ന് മുഖം പോയി കഴുകരുത്. തുടച്ചതിന് ശേഷം മാത്രമേ മുഖം കഴുകാവൂ. മൊബൈലിൽ എടുക്കുന്ന വീഡിയോ ആയതുകൊണ്ട് ക്ലാരിറ്റിക്ക് ഇച്ചിരി കുറവ് വരുമേ. എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണേ. എന്നാണ്ട് ഞാനിപ്പോൾ മുഖം കഴുകിയിട്ട് വന്ന ഇതാണേ. മുഖം ഞാൻ നല്ല കണക്ക് വൃത്തിയായിട്ട് തുടച്ചെടുക്കുക. സൂപ്പർ റിസൾട്ടാണ്. നിങ്ങൾ ഉറപ്പായിട്ട് ഇത് ചെയ്ത് നോക്കണം.
ദാണ്ടേ നോക്കി എൻ്റെ സ്കിൻ നല്ല ക്ലിയർ ആയിട്ടിരിക്കുന്നുണ്ടോ, നല്ല സോഫ്റ്റും ഉണ്ടായിരുന്നു, നല്ല ക്ലിയറും ഉണ്ടായിരുന്നു. മുഖത്ത് ഞാൻ വേറെ ഒന്നും ഇട്ടിട്ടില്ല, കണ്ടോ, ഒന്നും ഇട്ടിട്ടില്ല, ഒരു വകയും ഞാൻ മുഖത്ത് ഇട്ടിട്ടില്ല. ഇത് ചെയ്ത് വാഷ് ചെയ്ത് അതേ കണക്ക് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരുന്നതാണേ. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയറും ചെയ്യണം. ടാറ്റാ, ബൈ ബൈ.